എത്തി കാണട്ടെ. സന്തോഷിക്കേണ്ട സമയമല്ലേ ഇപ്പം? സന്തോഷിച്ച് ഇനി സന്തോഷിക്കേണ്ട കൂട്ടി കാണട്ടെ, ഒന്ന് വിട്ടിക്കണം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം, അദ്ദേഹം കോഴിക്കോട് ഫാറൂഖ് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധി ഈ മാസം മെയ് മാസം 20-ാം തീയതിയോടുകൂടി അവസാനിക്കുമെന്ന് പറയുന്ന സന്തോഷകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ബലിപെരുന്നാളിന് അദ്ദേഹം നാട്ടിലെത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഉമ്മയടക്കമുള്ള ആൾക്കാർ. തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ കൂടിച്ചേർക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ അബ്ദുൾ റഹീം. അദ്ദേഹം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടു കാണുകയില്ല അദ്ദേഹം ജയിൽ മോചിതനാകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത്. കാരണം അത്രയും വലിയ ഒരു സംഖ്യയാണ് ദിയാധനമായിട്ട് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട കുടുംബം, സൗദിയിലെ കുടുംബം ആവശ്യപ്പെട്ടത്. ഏകദേശം 34 കോടിയോളം ഇന്ത്യൻ രൂപയാണ് ഏകദേശം ഇവിടുത്തെ പൈസ എന്ന് പറയുമ്പോൾ 15 മില്യൺ റിയാലാണ് അവർ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. അത് കൊടുക്കാൻ ഒരു സാധുവായ അബ്ദുൾ റഹീമിന് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ബോച്ചയടക്കമുള്ള മനുഷ്യസ്നേഹികൾ രംഗത്തിറങ്ങിയതിന് ശേഷം കേരളക്കര എല്ലാവരും കൈയറിഞ്ഞ് സഹായിച്ചതിൻ്റെ അനന്തരഫലമായിട്ട് ആ 15 മില്യൺ റിയാൽ നമുക്ക് സംഭരിക്കാൻ വേണ്ടി സാധിച്ചു. അത് സൗദി ഗവൺമെൻറ്റിന് കൈമാറുന്നു. അങ്ങനെയാണ് അവരുടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബം നമ്മളെ അബ്ദുൾ റഹീമിന് മാപ്പ് കൊടുക്കുന്നത്. ആ മാപ്പ് കൊടുത്തതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ നിയമപരമായ ഒരു ശിക്ഷ അദ്ദേഹം അനുഭവിക്കേണ്ടതായിരുന്നു. കാരണം അത് കൊലക്കുറ്റമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം മാപ്പ് നൽകിയാലും ആ ശിക്ഷാ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏകദേശം 2026 ഡിസംബർ 20 കൂടിയായിരുന്നു അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത്. ഏകദേശം 2026 ഈ മെയ് മാസത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ശിക്ഷാ കാലാവധി ഇപ്പോൾ ഏകദേശം 20 വർഷം തികയുകയാണ്. വളരെ സന്തോഷകരമായ ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവരുടെ ഉമ്മ കണ്ണുനീർ വാർത്തുകൊണ്ട് ഒരുപാട് കാലം അതുപോലെ തന്നെ മുട്ടാത്ത വാതിലുകളില്ല, അതുപോലെ തന്നെ പറയാത്ത നേതാക്കന്മാരില്ല എന്നൊക്കെ നമുക്കറിയാം. ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും അന്ത്യം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മാസം 20-ാം തീയതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന് ഔട്ട് പാസ് അടക്കം പാസ്പോർട്ട് അടക്കം തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. ഇപ്പോൾ കാലാവധി ശിക്ഷാ കാലാവധി മെയ് 20 പറയുന്നത്. 19 ഈ അറബി മാസം എന്നുള്ളവർക്ക് ബേക്കോട്ട് നിൽക്കുകൊണ്ട് 19 ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് 20-ഓ 21-നോ നാട്ടിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എത്രയും പെട്ടെന്ന് അവിടെ പേപ്പർ വർക്ക് ഏകദേശം ഔട്ട് പാസ് വരെ കഴിഞ്ഞിരുന്നു പറഞ്ഞു. അപ്പം ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് നാട്ടിലേക്ക് കയറ്റി വിടുന്ന പറയുന്നത്. 100% അവൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്ന് മോചിതനാവാനുള്ള എന്താ പറയുക ഫിംഗർ പ്രിൻ്റ്, ഔട്ട് പാസ് എല്ലാം റെഡി, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതാണ് ഇപ്പോൾ അവിടേക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ഇപ്പം കമ്മിറ്റി വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. ഇനി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നൊരു വിഷയമുള്ളൂ. അത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 19-നാണെങ്കിൽ 20-നാണെങ്കിൽ പിറ്റേന്ന് എത്താൻ സാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാലാണ് പ്രയാസം. 21-ന് അവിടെ ലീവ് തുടങ്ങുകയാണ്. അങ്ങനെ 21-ൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീണ്ടു പോകും എന്നുള്ളൊരു എന്താ പറയുക ഒരു ദുഃഖകരമായ ഒരു ഭയപ്പാടുണ്ട്. അതിന് മുമ്പ് തന്നെ ആവട്ടെ വെച്ചാൽ ബലിപെരുന്നാൾ ഉമ്മാൻ്റെ ഒപ്പം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ അവൻ വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എല്ലാവരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇറക്കാണ് ഇറങ്ങിയത്. 34 കോടി പറഞ്ഞാൽ ചിന്തിക്കാനും കൂടി കഴിയില്ല. ആ ഒരു 34 കോടിയിലേക്ക് എത്തിയത് ജനങ്ങളും സമൂഹവും ലോകം മലയാളികൾ മാത്രമല്ല ലോകത്തിലെ ജനങ്ങൾ തന്നെ പറയാം. 34 കോടിയിലേക്ക് പൈസ ഇട്ടത് കൊണ്ടാണ് നമുക്ക് 34 കോടിന് മേലൊക്കെ എത്തിയത്. അവൾ പ്രതീക്ഷിച്ച 16 പേര് 2024 ഏപ്രിൽ 16-നായിരുന്നു അവൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഏപ്രിൽ 12 കൂടി തന്നെ ക്യാഷായിട്ട് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിയത്. അപ്പോൾ എല്ലാവരോടും എന്താ പറയുക, ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നന്ദി. ഓരോ ആളുകൾ പേരെടുത്താൽ എന്താ പറയുക വിട്ടുപോകും അല്ലെങ്കിൽ മറന്നു പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ പേരെടുത്ത് പറയില്ല. എന്നാലും കമ്മിറ്റിയോടും സമൂഹത്തോടും പിന്നെ ഇതിൽ ലാസ്റ്റ് ടൈമിൽ ക്യാഷ് കൂടുതൽ സ്പീഡായി വന്നത് ബോച്ച ഇറങ്ങിയത് കൊണ്ടാണ്. ബോച്ചയോടും പ്രത്യേകം നന്ദിയും കടപ്പാടും എല്ലാവരോടും അറിയിക്കാം. അവരെ കേസിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ തല വിട്ടുക എന്നുള്ളത് തന്നെയാണ്, വധശിക്ഷ തന്നെയാണ്. അതിന്ന് ഈ കുടുംബം മാപ്പ് കൊടുക്കലും അവർ ശിക്ഷ കുറച്ച് അവനെ മോചിപ്പിക്കാൻ തയ്യാറായതും സൗദി അറേബ്യൻ്റെ ഒരു എന്താ പറയുക കാരുണ്യം കൊണ്ട് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൻ്റെ എന്താ പറയുക ആയുസ് കൊണ്ട് ഇത്രയും വർഷം നിന്നു. ഇനിയും നാട്ടിലേക്ക് വരട്ടെ. എല്ലാവരോടും സൗദി അറേബ്യ ആയാലും എല്ലാവരോടും നമുക്ക് നന്ദിയെ നമുക്ക് അറിയിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയും നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായും തീർത്താൽ തീരാത്ത കടപ്പാടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സൗദി ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ ബോച്ചി അടക്കമുള്ള മനുഷ്യ സ്നേഹികളോടും കേരളത്തിലെ ഓരോ മനുഷ്യന്മാരോടും തീർച്ചയായിട്ടും അബ്ദുൾ റഹീം കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ പറയുന്നു. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പലതുള്ളി പെരുവെള്ളം എന്ന പോലെ 10 രൂപ മുതൽ ഏകദേശം 1 കോടി 2 കോടി രൂപ വരെ കൈനീട്ടി കൊടുത്ത കേരളീയരുടെ സ്നേഹം തീർച്ചയായിട്ടും അബ്ദുൾ റഹീമിന് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 2ാമത്തെ ജന്മമാണ് എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സ്വപ്നം പോലും കാണാൻ വേണ്ടി സാധിക്കുകയില്ല. 34 കോടി രൂപ തീർച്ചയായിട്ടും അത് മലയാളികൾ കൈയറിഞ്ഞ് നൽകിയ സഹായം തന്നെയാണ്. അതുകൊണ്ട് ഓരോ മലയാളികളോടും തീർച്ചയായിട്ടും അബ്ദുൾ റഹീം
അബ്ദുറഹീം അദ്ദേഹത്തിൻ്റെ മരണം വരെ കടപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള ജീവിതം തീർച്ചയായിട്ടും അത്രയ്ക്കും സൂക്ഷിച്ച് ജീവിച്ച് തീർക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 20 കൊല്ലം അദ്ദേഹം ഇതുവരെ ഒരു പെരുന്നാൾ തീർച്ചയായിട്ടും ഉമ്മയോട് കൂടിയോ കുടുംബത്തോടു കൂടിയോ ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല. പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തീർച്ചയായിട്ടും ഈ ബലിപെരുന്നാളിന് അദ്ദേഹത്തിൻ്റെ ഉമ്മയോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ മഹലിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും കേരളീയ ജനങ്ങളുടേതാണ്. ജാതി മത ഭേദമന്യേ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടിച്ചേരലിൻ്റെയും അതുപോലെ തന്നെ കൈകോർക്കലിൻ്റെയും ഒരു ഉദാഹരണമാണ് അബ്ദുറഹീമിൻ്റെ ജയിൽ മോചനം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും കേരളക്കര വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും നിയമ സംവിധാന സമിതി അടക്കം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവർ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അറബി മാസം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മാസം 19 18 തീയതി തന്നെ തീർച്ചയായിട്ടും അബ്ദുറഹീമിനെ ഇവിടുന്ന് റിലീസ് കിട്ടുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയൊരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് സഹോദരൻ പറയുന്നത്. ഔട്ട് പാസ് അടക്കം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അടക്കം എല്ലാം റെഡിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ നാട്ടിൽ അബ്ദുറഹീമിനെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചില പാർട്ടിക്കാരും അതുപോലെ തന്നെ ചില സംഘടനകളും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പെരുന്നാളിന് മുമ്പ് അബ്ദുറഹീമിന് നാട്ടിലെത്താൻ സാധിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്നേഹം, ഈ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഈ ഒരു കൂടിച്ചേർക്കൽ തീർച്ചയായിട്ടും കേരളക്കരയുടെ ഒരു ഐക്യം തന്നെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഇത് എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.